ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 74 ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡായിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ശേഷമുള്ള ആദ്യത്തെ എപ്പിസോഡായിരുന്നു. അപ്പം ലാലേട്ടൻ വരുന്നുണ്ട്, വീട്ടുകാരോടൊക്കെ നമ്മുടെ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ അമ്മ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു അവർ വന്നിട്ട്, ഹാപ്പി ആയിരുന്നോ, നിങ്ങൾ ഹാപ്പി ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മുടെ ശ്രീധുവിനോട് ജിൻഡോട് ചോദിക്കുന്നുണ്ട്, ജിൻഡോ ഹാപ്പി പരിപാടികളൊക്കെ പറയുന്നുണ്ട്, റസ്മിൻ കഥകൾ അടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീധുവിനോട് ചോദിച്ചപ്പം ലാലേട്ടൻ തന്നെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ട നിർത്താനെന്നൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ഒരു സാധനം ചോദിക്കുന്നുണ്ട്. ആ കൂളായിട്ടല്ല നമ്മുടെ ശ്രീധു അതൊക്കെ സംസാരിച്ച് ഹാൻഡിൽ ചെയ്തൊക്കെ അങ്ങ് വിടുന്നത് നമുക്ക് കാണാം. അപ്പൊ ലാലേട്ടൻ ഒരു കുത്തനെ കുത്തിക്കൊണ്ടാണ് ചോദിച്ചത്, മമ്മി എന്തൊക്കെ പറഞ്ഞു മോളെ, എന്തെങ്കിലും പരിപാടി എന്നൊക്കെ ആ ഒരു രീതിയിൽ ലാലേട്ടന്റെ ഒരു ജസ്റ്റ് ഒരു കോമിക് സ്റ്റൈലിൽ ലാലേട്ടൻ ആ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്താണോ നമുക്കറിയാം, അർജുനുമായിട്ടുള്ള മറ്റേ പരിപാടി അങ്ങ് നിർത്തിക്കോ എന്ന് മമ്മി പറഞ്ഞ ആ ഒരു സാധനം എന്തായാലും ശ്രീധുവിന് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു പരിപാടിയാണ് പുറത്തെ ആളുകൾക്ക് ഏറ്റെടുത്തതും അവർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലായതുകൊണ്ടാണ് മമ്മി വന്ന് കഥ പറഞ്ഞിട്ട് പോയിട്ടും ശ്രീധു ഇപ്പോഴും ഷീസ് ലൈക്ക് അവൾ നിന്നോണ്ടിരുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ, ആ ഒരു സ്റ്റാൻഡിൽ തന്നെ അവൾ നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ ബെറ്റർ സൈൻ, നല്ലൊരു കാര്യം, അങ്ങനെ തന്നെ പോട്ടെ. അതിനുശേഷം അപ്സരയോട് ചോദിക്കുന്നുണ്ട്, സിജോയോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിജോ പറയുന്നത് അച്ഛനുമായിട്ട് അത്ര ടച്ച് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ സിജോ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, അച്ഛന്മാരായിട്ട് അങ്ങനെ പൊതുവെ എല്ലാവർക്കും ഇത്തിരി ടച്ച് കുറവാണ് ആൺകുട്ടികൾക്ക്, പക്ഷെ അത് അങ്ങനെ പാടില്ല, എല്ലാവരുമായിട്ട് നല്ല ടച്ച് വേണം, എന്തായാലും നിങ്ങളുടെ അച്ഛന്മാരൊക്കെ വന്ന വീഡിയോ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ അച്ഛന്മാരൊക്കെ വന്ന ആരുടെയൊക്കെ അച്ഛന്മാരാണോ വന്നത്, സോ അവരുടെയൊക്കെ ഫാദേഴ്സിനെയൊക്കെ കാണിച്ച് ഒരു ചെറിയൊരു വീഡിയോ പരിപാടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നന്ദന കരച്ചിൽ, നന്ദനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട്. അപ്പൊ നന്ദനയുടെ കരച്ചിൽ പരിപാടി, അതിൻ്റെ ഇടയ്ക്ക് നന്ദന ഒരു പോയിന്റ് പറഞ്ഞു, അത് മാത്രം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇമോഷണലൊക്കെ ആയിട്ട് നന്ദന പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. അതായത് സായിയും അതുപോലെ തന്നെ നമ്മുടെ സിജോയൊക്കെ അച്ഛന്മാരുമായിട്ട് ടച്ച് അല്ല, അവരത്ര അങ്ങോട്ട് പോരാ, കണക്റ്റഡ് അല്ല എന്നുള്ളൊരു സാധനമൊക്കെ പറഞ്ഞപ്പോഴാണ് നന്ദന ഈ ഒരു കാര്യം പറഞ്ഞത്. ലാലേട്ടൻ അത് എടുത്തൊന്ന് പ്രശംസിക്കുകയും ചെയ്തു. നന്ദന ആ ഒരു പറഞ്ഞ പോയിന്റ് വളരെ വലിയൊരു പോയിന്റ് ആണ് എന്നുള്ള രീതിയിൽ ലാലേട്ടനും പറയുന്നുണ്ടായിരുന്നു. അപ്പം സായി ഇമോഷണലൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ കുട്ടി അടുക്കിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ കുട്ടിയുടെ വായിൽ നിന്ന് ഒരു കാര്യം വീണു, ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഒന്ന് പാവക്കുട്ടി കൊണ്ട് തന്നതിന്റെ കഥ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാസ്മിൻ കുട്ടി തന്നെ പറയുന്നുണ്ട്, പാപ്പയുടെ നിന്ന് 2 അടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നുള്ള ഒരു സാധനമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്റെ തെറ്റുകളൊക്കെ വാപ്പച്ചി പറഞ്ഞു തന്നു. അപ്പൊ എന്തൊക്കെ തെറ്റുകളാണ് വാപ്പച്ചി മോക്ക് അത്ത പറഞ്ഞു കൊടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല. പകുതിയൊക്കെ നമ്മളെ കാണിച്ചിട്ടുള്ളൂ. ആ ചെറിയൊരു സാധനം അവിടെ എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ ഒരു സാധനം പുള്ളിയുടെ വായിൽ വീണു, അപ്പൊ തന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചൊരു പണി കൊടുത്തു. അപ്പൊ ഇതിന്റെ മുന്നേയൊക്കെ തന്നെ പുള്ളി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ജാസ്മിന്റെ വായിൽ നിന്ന് മറ്റേ സത്യങ്ങളങ്ങ് വീഴും. ഒരു കള്ളമില്ലാത്ത ഒരാളെ പോലെ എനിക്ക് തോന്നാറുണ്ട്, മറ്റേ മുഖത്തടിച്ചങ്ങ് അടിക്കും. അതൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണോ വേറൊരാൾ, അങ്ങനത്തെ നോട്ടമൊന്നുമില്ല ആശാത്തിക്ക്. അപ്പൊ അങ്ങനെ വായിൽ നിന്ന് വീണ ഒരു സാധനമാണ്. അപ്പൊ എന്തൊക്കെയോ അത്ത വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെയുള്ള പരിപാടികളിലൊന്നും നമ്മൾ ഗബ്രിക്കുട്ടനെ പറ്റി ജാസ്മിനോട് സംസാരിക്കുന്നൊന്നും പ്രത്യേകിച്ച് മറ്റേ ക്യാമറ ഫോക്കസ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലും ഗബ്രി എന്നുള്ള വാക്ക് ജാസ്മിൻ കൊച്ചവിടെ സംസാരിക്കുന്നത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു വാക്ക് ഇനി കാണില്ല ജാസ്മിന്റെ വായിൽ നിന്ന് വീഴാനായിട്ടുള്ള ഒരു ചാൻസ്. അതിനുള്ള ഇനി അത് വീണില്ലെങ്കിൽ ഉറപ്പിച്ചോ, വന്നപ്പോ അത്തക്കുട്ടൻ നല്ല രീതിയിൽ മോളുകുട്ടിക്ക് നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇന്നിപ്പോ അത് കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങളോട്. അപ്പൊ അതൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ഋഷിയോട് സംസാരിക്കുന്നുണ്ട്, അമ്മമാരുടെ അമ്മ വന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്, അൻസിബയോട് സംസാരിക്കുന്നുണ്ട്. അൻസിബ അപ്പം വലിയ രീതിയിൽ തോരാതെ കഥകളൊക്കെ പറയുന്നുണ്ട്. ആര് വന്നാലും ഞാൻ കിച്ചണിൽ, ആരുടെ ഫാമിലിയിൽ നിന്ന് വന്നാലും ഞാൻ കിച്ചണിൽ നിന്ന് എനിക്ക് അവർക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനത്തെ കഥകളൊക്കെ. അപ്പം അൻസിബ ഇസ് ലൈക്ക്, ഇന്നിപ്പോ ഒരാൾ പോയപ്പോഴാണെങ്കിലും ശരി, അൻസിബയ്ക്ക് വലിയ ടച്ചുള്ള ആളൊന്നുമല്ല, പക്ഷെ അപ്പോഴും അൻസിബയുടെ കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം അതിനകത്തുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അവർക്കൊക്കെ. അവരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാണ്. ഇവരവിടെ നിൽക്കുന്ന എല്ലാവരും നല്ല മനുഷ്യർ തന്നെ. പേഴ്സണലി നോക്കുകയാണെങ്കിൽ അവരെല്ലാം നല്ല ആളുകൾ തന്നെ. അവർക്ക് ഇമോഷണൽ ഫീലിങ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് ചില ആളുകൾ വെറും മറ്റേ തറകളായി പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ കുറെ ആളുകൾക്ക് ഗെയിമേ ഇല്ല. ചിലരൊക്കെ മറ്റേ സിജോയെ പൊക്കിയെടുത്ത് ഗെയിമറാന്ന് പറഞ്ഞ് നടക്കുന്ന കാണാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒക്കെ ആവട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നോറയോട് ചോദിക്കുന്നുണ്ട്, നോറയുടെ കരച്ചിൽ വേണ്ട എന്നൊക്കെ വാപ്പ പറഞ്ഞു. അപ്പൊ ലാലേട്ടനും പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്നുള്ള സാധനമൊക്കെ. അപ്പം നമ്മുടെ നോറ തന്നെ പറയുന്നുണ്ട്, ലാലേട്ട എനിക്ക് അറിയത്തില്ല എന്താ ഞാൻ ഇതിന് മാത്രം കരയുന്നതെന്ന്. നോറക്കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ മാമ പറഞ്ഞു തരാം എന്തിനാ മോളിങ്ങനെ കരയുന്നതെന്ന്. ക്യാമറ ഫേസ് കിട്ടാൻ, അറ്റൻഷൻ കിട്ടാൻ,
പുറത്ത് ജനങ്ങൾ കാണുമ്പോൾ അയ്യോ പാവം കൊച്ച് അവക്കൊരു വോട്ട് കൊടുത്തേക്കാം, ഈ ഒരു സാധനം വേണം എന്ന് വിചാരിച്ചിട്ട് മോള് കാണിക്കുന്നതാണ് എന്നാണ് ഒരു 70%. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കി ഒരു 30% നമുക്ക് ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫ് അറിയില്ല. അവൾ ചിലപ്പോൾ അവളുടെ ലൈഫ് പണ്ട് തൊട്ടേ അവൾ ഇങ്ങനെയാണെങ്കിൽ, പക്ഷെ അവളുടെ അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയൊക്കെ വന്നപ്പോൾ പറയുന്നുണ്ട് നീ ഇവിടെ വന്നതിന് ശേഷമാണ് എപ്പോഴും കരച്ചിരുന്നത്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം അഭിനയം അങ്ങനെ തന്നെ, ഇല്ലെങ്കിൽ അവളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചിലപ്പോൾ അവൾ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ. അപ്പം പിന്നെ ഗെയിംസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കളിച്ച് വന്ന അതായത് തലയാണ മന്ത്രം ഗെയിമിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ സായി ഒരു കാര്യം പറയുന്നുണ്ട്, സായി സിജോ രണ്ടുപേരും, അത് ഇന്ന് എനിക്ക് പക്കയായിട്ട് കൺഫേം ആയി. സായി സിജോ ഇവര് രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ഇനി നമുക്ക് മുന്നോട്ട് ഒന്നിച്ച് കളിക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തെ ആർക്ക് സിജോ ആണോ സായിക്കിട്ട് ആദ്യമേ പണി കൊടുക്കുന്നത്, സായി ആണോ സിജോയ്ക്കിട്ട് ആദ്യമേ കാല് വരാൻ പോകുന്നത് എന്ന് നമുക്ക് വെറും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഒന്നിച്ചൊക്കെ എത്ര ദിവസം കളിക്കുമെന്ന് കാണാടേ. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നത്. പിന്നെ അവരുടെ ആ കഴിഞ്ഞ ഗെയിമിനെ പറ്റിയുള്ള ഓരോ സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നോറ ഒരു സാധനം പറയുന്നുണ്ടായിരുന്നു, ഞാൻ അതായത് ഒരു തലയാണ ഉണ്ടാക്കുന്ന തലയാണ മന്ത്രം ഗെയിം, ഒരു തലയാണ ഉണ്ടാക്കിയിട്ട് അത് ജഡ്ജസ് വന്ന് നോക്കുന്ന ഒരു പരിപാടി. അപ്പൊ അതിനകത്ത് നോറ ഒരു ഡയലോഗ് അടിച്ചു, ഞാൻ നന്നായിട്ട് തയ്ക്കുന്ന ഒരാളാണ്, ഞാൻ 400 ബാഗൊക്കെ 2000 രൂപയ്ക്ക് തയ്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനമാണ് പറയുമ്പോഴത്തേക്ക് അത് സായിയെ പറ്റി പറഞ്ഞു വരുന്നതാണ്. അതായത് സായി എന്ന് പറയുന്ന വ്യക്തി ജഡ്ജായിട്ട് വന്നപ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഒരു ഞാൻ ചെയ്തതിനെ അയാൾ ആവശ്യമില്ലാതെ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നോറ പറഞ്ഞപ്പോഴത്തേക്ക് സായി അവിടെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത് ലാലേട്ട ഈ കുട്ടി പണ്ട് ലാലേട്ടൻ ചോദിക്കുന്നതാണ് എങ്ങനെ ഉണ്ടായിരുന്നു നേരാന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നോറ പറയുന്നത് ഇത് കണക്ക് 400 എണ്ണം ഞാൻ ചെയ്തതാണ് ഈ 2000 രൂപയ്ക്ക്, അത് ഇവർക്ക് അറിയില്ല. അപ്പത്തേക്ക് സായി എണീറ്റ് എന്നിട്ട് സായി പറയുന്നുണ്ട്, ലാലേട്ട എനിക്ക് അവളുടെ പണ്ട് അവൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും അറിയത്തില്ല എന്നുള്ളൊരു സാധനം പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു കളയുമ്പോൾ ലാലേട്ടനും ചിരിക്കുന്നു, എല്ലാവർക്കും ചിരി വന്നുപോയി. നോറയ്ക്കും തിരിച്ചൊന്നും പിന്നെ മിണ്ടാനില്ല. കാരണം എടോ അതൊരു ഗെയിമാണ്. ഇപ്പൊ അപ്സര ജിൻഡോ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിമിൽ തന്നെ. അതും ഇന്ന് അപ്സര അവിടെ പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ കൂടുതലും ജിൻഡോ ഗെയിമറായി, അവിടെ ജിൻഡോ ഗെയിമറായി, ജഡ്ജായിട്ടുള്ള ഗെയിമർ. ഇഷ്ടമല്ല, അവര് ജയിക്കണ്ട, അവർക്ക് പോയിന്റ് കിട്ടിയാൽ പണി കിട്ടും എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ മാറ്റി, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ജിൻഡോ മാറിക്കളഞ്ഞു. ക്യാപ്റ്റൻ ആ ജഡ്ജാണ് അവിടെ വാല്യൂ ഇടുന്നത്. അപ്പൊ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കേസ് കെട്ടും കൂടെ ഉണ്ട്. അപ്പൊ സായി ഇവിടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാനും ഗെയിം കളിച്ചു എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. പക്ഷെ സായി അത് പറയും, ഞാൻ ഗെയിം കളിച്ചു. ഇന്ന് തന്നെ 2-3 പ്രാവശ്യം പറയുന്നുണ്ട് അത് എന്റെ ഗെയിം, അത് എന്റെ ഗെയിം. എന്തിനാണോ താനിങ്ങനെ നാട്ടുകാരോട് മൊത്തം എന്റെ ഗെയിമാന്ന് പറയുന്നത്? അതിന്റെ ആവശ്യമില്ല സായി. ജനങ്ങൾ മനസ്സിലാക്കി എടുക്കട്ടെ അത് തന്റെ ഗെയിമാണെന്ന്, അത് മനസ്സിലായിക്കോളും. ഇതേ കണക്ക് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗെയിമാണ് ജിൻഡോ അവിടെ പലപ്പോഴും കളിക്കുന്നത്. ഒരു പൊട്ടരെ പോലെ നിൽക്കുന്നതും ഇന്നത്തെ ഈ തലയാണ മന്ത്രം, ഇന്നത്തെ നല്ല കഴിഞ്ഞ ദിവസം നടത്തുന്ന തലയാണ മന്ത്രത്തിലൊക്കെ നല്ല പണി കൊടുത്തു. അത് ജിൻഡോയുടെ ഗെയിം. ജിൻഡോ പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അവിടെയാണ് എനിക്ക് ജിൻഡോനെ ഇഷ്ടം. ഒരു ഗെയിമർ എന്ന രീതിയിൽ, ചെറിയൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ. പിന്നെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച്, വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെ കൺട്രോൾ ചെയ്തൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പുള്ളിയോട് എനിക്കൊരു സ്നേഹമുണ്ട്, ഉള്ളത് പറയാലോ. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് ആരാണെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നെസ്റ്റിനാണ് കിട്ടിയത്. അതിനുശേഷം ഒരു എവറോളിംഗ് ട്രോഫി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ആ ട്രോഫി ആർക്കാണ് ഇത്തവണ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ റസ്മിൻ ഭായ് ചാടി എണീറ്റിട്ട് അത് ഡെന്നിനാണ്. ഡെന്നിന് എന്ത് തേങ്ങയ്ക്ക് ഡെന്നിന്? അതാ എനിക്ക് മനസ്സിലാവാന്. കൂടെ ഉള്ള ജിൻഡോയുടെ 24 മണിക്കൂറും വഴക്കാ പെണ്ണ്, എന്നിട്ട് ചാടി എണ്ണിട്ട് ഞങ്ങളുടെ ടീമിന് വേണമെന്ന്. റസ്മിൻ ഭായിക്ക് എന്തായാലും ആവട്ടെ, റസ്മിൻ ഭായിക്ക് ഇതിനായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെ അതിനകത്ത് ഗെയിം കളിക്കേണ്ടത്. ഈ ലാസ്റ്റ് എങ്ങാണ്ടായപ്പം കുറച്ച് ദിവസം മുന്നേക്കാ മനസ്സിലായത്. അപ്പം റസ്മിൻ ഭായ് മറ്റേ ക്യാരക്ടർ മാറ്റാൻ നോക്കി, അപ്പം ജാസ്മിന്റെ നെഞ്ചത്തോട് ചാടിക്കയറി ചെന്നു, അപ്പോഴും പണി പാളിപ്പോയി. അങ്ങനത്തെ ഒരാളായി പോയി റസ്മിൻ ഭായ്. പറഞ്ഞിട്ട് കാര്യമില്ല. ദ ടോം ബോയ് വീട്ടിൽ ഇനിയും പോയി ഇരിക്കാം. കാരണം ഇന്നത്തെ എവിക്ഷനകത്ത് പറഞ്ഞേക്കാം അങ്ങ് വീണുപോയി. എവിക്ഷനകത്ത് പുറത്തായത് റസ്മിൻ ഭായ്. ഇത് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പല ആളുകളും. ഞാനിത് ഉള്ള കാര്യം പറയാലോ, കഴിഞ്ഞ ബുധനാഴ്ച യെസ് കുറച്ച് വർക്കായിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ അറിഞ്ഞൊരു പരിപാടിയാണ് ഈ ആഴ്ച ഇനി ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ ഞാനത് വിചാരിച്ച് ഈ വെള്ളിയും ശനി അപ്പൊ കാണാതിരുന്നപ്പോഴും ഞാൻ ആലോചിച്ചേ ഈ ആഴ്ച ഇറങ്ങുമെന്നാണല്ലോ അറിഞ്ഞത് റസ്മിൻ ഭായ്. പക്ഷെ ഇല്ലല്ലോ, ഇപ്പൊ ചൊവ്വയും ബുധനുമായിട്ട് പരിപാടികളൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നടന്നപ്പോഴത്തേക്ക് ഇന്ന് നമ്മുടെ റസ്മിൻ ഭായ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു വരുന്നതിന് വേറൊരു കാരണമുണ്ട്, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഈ ഒരു പരിപാടി പിന്നെ ആർക്കാണ് എവറോളിംഗ് ട്രോഫി, അത് പിന്നെ ലാലേട്ടൻ അതിനൊന്നും കൊടുത്തില്ല, നെസ്റ്റിന് കൊടുത്തു. കാരണം അത് പോളിംഗിൽ ഇട്ടേക്കുന്ന ഒരു കേസായിരുന്നു ഹോട്ട്സ്റ്റാറിൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ നെസ്റ്റിനായിരുന്നു. സോ നെസ്റ്റിന് കൊടുത്തു. അതിനുശേഷം ഒരു ഫൺ ഗെയിം ഉണ്ടായിരുന്നു, ആക്ട് ചെയ്ത് കാണിക്കുക. ഒരു ബൗളിനകത്ത് കുറച്ച് നമ്മൾ പണ്ട് പേപ്പറിനകത്ത് എഴുതി ഇങ്ങനെ ഇടും, എന്നിട്ട് അത് പേപ്പറിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് സിനിമ പേരായിരിക്കും, അത് അഭിനയിച്ച് കാണിക്കണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എവിക്ഷൻ പ്രോസസ്സ് വരുന്നത്. എവിക്ഷൻ പ്രോസസ്സിനകത്ത് ഒരു ഗെയിം വെച്ചിട്ടായിരുന്നു
കുഴപ്പമില്ലായിരുന്നു. ഒരു ബോളിന്റെ ഒരു സെറ്റപ്പ്, ബോൾ കുറച്ച് ഒരു 3-4 ഡൈസിലായിട്ട് ഇങ്ങനെ 3-4 ബോക്സിലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഓരോരുത്തരുടെ പേരുണ്ടായിരുന്നു. ആ ബോൾ പേര് നമ്മുടെ നോമിനേഷൻ വന്ന ആൾക്കാർ അവരുടെ പേരിലുള്ള ബോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവര് ഒരു മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ റാങ്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഈ തൂൺ പോലത്തെ. ആ തൂണിൽ ഒരു ചെറിയൊരു കളം പോലെ ഉണ്ടായിരുന്നു. ആ കളത്തിനകത്ത് 20 എണ്ണം കറക്റ്റ് ആയിട്ട് വെക്കണം അവരുടെ പേരുള്ളത്. ആ 20 എണ്ണം ഇല്ലെങ്കിൽ ആ ഇല്ലാത്ത ആള് പുറത്തു പോവുക. അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു. അപ്പൊ അതിനകത്ത് കളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, റസ്മിൻ ഖൊട്ടയാണ് പുറത്തേക്ക് പോയത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നൊരു കേസ്, എനിക്കിപ്പം നല്ല രീതിയിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു പരിധിയിൽ കൂടുതൽ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നല്ല സംശയമുണ്ട്. കാരണം പല ആളുകളും പുറത്തറിയുന്നുണ്ടോ. ഇപ്പൊ ഇന്നും ഇന്നലെ ആയിട്ട് തന്നെ ഇവിടെ സംസാരം വന്നു തുടങ്ങി. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കുറെ പോസ്റ്റുകളൊക്കെ കണ്ടു, ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് റസ്മിൻ ഭായ് പുറത്തേക്കെന്നും പറഞ്ഞ്. ഇത് എപ്പിസോഡ് റിലീസ് പുറത്ത് വന്നില്ല, അതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. അതെങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഈ കേസ് അറിഞ്ഞു. ഞാൻ അറിഞ്ഞതും പുറത്തതിനകത്തു നിന്നുള്ള കുറച്ച് ആൾക്കാർ വഴി അങ്ങ് അറിഞ്ഞു സംഗതി. അപ്പൊ ഇങ്ങനെയൊക്കെ പുറത്തറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഗെയിമാണോ ഇത്? ജനങ്ങളെ മണ്ടരാക്കുന്നവരല്ലേ ഈ ടി വിയിൽ ഇത് കണ്ടോണ്ടിരിക്കുന്നവർ ഒരു മണ്ടന്മാര്. എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്? വെറും മണ്ടന്മാര്. ഇന്നിപ്പം നമ്മുടെ അതിനകത്ത് ഇത് വിറ്റ് കാശാക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നെ പോലുള്ള വേറെ കുറെ ആൾക്കാരുണ്ട് അതിനകത്ത് റിയാക്ട് ചെയ്യുന്നതിനകത്ത്. JBL TV എന്ന് പറയുന്നത്, ഞാൻ ആ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് രാവിലെ പുള്ളി ഒരു വീഡിയോ ഇട്ടു, ഏറ്റവും ലാസ്റ്റിൽ നിന്ന്, അതായത് പുള്ളി റാങ്ക് ചെയ്യുന്നു, ഏറ്റവും അവസാനം വരുന്ന 5 പേരെ, ഏറ്റവും ടോപ്പിൽ വരുന്ന 5 പേരെന്ന് പറഞ്ഞ് പുള്ളി റാങ്ക് ചെയ്യുന്നു. പുള്ളി ഇതുവരായിട്ടും പുള്ളി ചെയ്യാത്തൊരു ഐറ്റമാണ്. ആ പുള്ളി ഇന്നത് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് പുള്ളി ഇതുവരായിട്ടും പറയാതെ, വേറെ ആരെയും പറയാതെ പുള്ളി റസ്മിനെ താങ്ങിക്കൊണ്ട് കുറച്ച് ഡയലോഗുകൾ അടിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴേ ഞാൻ ആലോചിച്ചു, ഈ പുള്ളി ഇപ്പൊ ഇനി അടുത്ത വീഡിയോ പുള്ളി പറയാലോ, ഞാൻ റാങ്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞതായിരുന്നു റസ്മിൻ തീരെ കൊള്ളത്തില്ല എന്നത്. ഇന്ന് ഞാൻ പറഞ്ഞ അന്ന് തന്നെ റസ്മിനെ പുറത്താക്കി. നോക്കിക്കോ നിങ്ങൾ, പുള്ളിയുടെ വീഡിയോ നിങ്ങൾ എന്റെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ. JBL TVക്കകത്ത് ഒന്ന് പോയി നോക്കിയേക്ക്, യൂട്യൂബ് ചാനലില് അതിനകത്തുണ്ട്. ആ പുള്ളി നല്ല വ്യക്തമായിട്ട് ഇന്ന് രാവിലെ ഈ ഒരു പരിപാടി ചെയ്തു. ഇന്നിപ്പോ നാളത്തേക്ക് പുള്ളി വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ പുള്ളി ചെയ്യും ഈ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ. അപ്പൊ പുള്ളി പറയും, ഞാൻ പറഞ്ഞ ഇന്ന് രാവിലെ ഞാൻ റാങ്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞതാ റസ്മിൻ ഇങ്ങനെയായിരുന്നു മറ്റേതായിരുന്നു, ഇന്നലെയൊക്കെ തന്നെ അറിഞ്ഞതായിരിക്കും, അതുകൊണ്ട് പുള്ളി ഇന്നൊരു വീഡിയോ ചെയ്തു. ഇത്രേ ഉള്ളു കാര്യം. എനിക്ക് അങ്ങനെയാട്ടാ തോന്നുന്നത്. അപ്പൊ ഇന്ന് റസ്മിൻ പോകുന്നതിന്റെ ആ ഒരു പരിപാടിയുടെ ഇടയ്ക്കൊക്കെ ജാസ്മിനൊക്കെ വലിയ രീതിയിലുള്ള അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. വൻ പരിപാടികളൊക്കെ ജാസ്മിന്റെ വക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ജാസ്മിനെ എന്ത് പറഞ്ഞാലും ആൾക്കാർ പറയുന്നത് ജാസ്മിനെ കുത്തുന്നു. കുത്തുന്ന പരിപാടി അവള് കാണിക്കുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ സിജോ അടുക്കലും നമ്മുടെ ജിൻഡോ അടുക്കലും ഒക്കെ എല്ലാരും റസ്മിൻ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, ബായിയൊക്കെ പറയുന്നുണ്ട്. അപ്പം സിജോയുടെ ഫസ്റ്റ് തന്നെ റസ്മിൻ പറയുന്നുണ്ട് എല്ലാം ഗെയിമായിട്ട് എടുക്കണേ. ജിൻഡോ എടുക്കുക വന്നപ്പോഴും ജിൻഡോ പറയുന്നുണ്ട് വേറെ രീതിയിലൊന്നും എടുക്കല്ലേ, ഗെയിമായിട്ട് എടുക്കണേ എന്നൊക്കെ. പോകാൻ നേരത്തും ജിൻഡോ അത് പറയുന്നുണ്ട്. ആ സമയത്തേക്ക് എല്ലാരോടും ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ജിൻഡോ പിന്നെ അത് പറയുന്നത്, ഒന്നും തോന്നല്ലേ. അപ്പത്തേക്ക് മറ്റേ സ്ക്രീൻ സ്പേസ്, ഞാനാണല്ലോ അവളുടെ ഏറ്റവും വലിയ കൂട്ടുകാരി, അപ്പം ചാടി വീഴാതിരിക്കുന്ന നമ്മുടെ ജാസ്മിന് പറ്റത്തില്ലല്ലോ. പിന്നെയും ഇറങ്ങാൻ നേരത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഞാൻ കണ്ടു. ജാസ്മിൻ വെറുതെ നീ ഇനിയിപ്പോ എത്രയൊക്കെ വലിയ സെറ്റപ്പാണെന്ന് പറഞ്ഞാലും നിന്നെ നമ്മൾ നേരത്തെ എഴുതി തള്ളിക്കളഞ്ഞ. ഈ ഒരു സീസണിൽ നീ കപ്പ് കൊണ്ടുപോയാലും പുല്ല് വില നിനക്ക് തരത്തുള്ളൂ. നീ അർഹിക്കാത്തൊരു വ്യക്തിയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം നിന്നെക്കാളും നല്ല രീതിയിൽ ഒരാളും സത്യം പറഞ്ഞ ഈ സീസണിൽ അർഹിക്കുന്നവരില്ല. അതിനകത്ത് ഒട്ടും അർഹിക്കാത്തൊരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. ഗെയിമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഗെയിമിനാണ് അതിനകത്ത് വന്നെങ്കിൽ ആ ഗെയിം കളിക്കുന്ന വ്യക്തിയുടെ ക്യാരക്ടറും കൂടെ ഒന്ന് നോക്കണമല്ലോ. അതിപ്പോ ഏത് ഗെയിമിലാണെങ്കിലും ആ ഒരു സാധനം കൂടെ ഉണ്ടാവുമല്ലോ. തല അടിച്ച് പൊട്ടിച്ചിട്ട് കയറി മറ്റേ കപ്പ് മേടിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നവനെയൊക്കെ കപ്പ് കൊടുക്കണം, ഇല്ലെങ്കിൽ അവനാണ് വിജയ് എന്ന് കപ്പ് കൊടുത്ത് കൊണ്ടുപോകും. പക്ഷെ വിജയായിട്ട് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ജാസ്മിന്റെ കാര്യത്തിലും അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോ നമ്മുടെ ചേച്ചി കൊച്ച് പുറത്തേക്ക് ഇറങ്ങും, നമ്മുടെ റസ്മിൻ ഭായ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ലാലേട്ടന്റെ അടുക്ക് വരുന്നുണ്ട്, കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റസ്മിൻ ഇടയ്ക്ക് വെച്ച് വേറെ ആർക്കെങ്കിലും വേണ്ടി ഗെയിം കളിക്കാൻ നിന്നൊരു വ്യക്തിയായി മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ഉറപ്പായിട്ടും ലാലേട്ടൻ അറിയാതെ എങ്ങനെ ലാലേട്ടൻ അറിയാം, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആ സാധനം ചോദിച്ചു. നമ്മുടെ റസ്മിന് കാര്യവും മനസ്സിലായി. റസ്മിൻ പറയുന്നുണ്ട് ലാലേട്ടൻ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി, പക്ഷെ ഞാൻ അതിനകത്തൊന്ന് ഓവർകം ചെയ്യാൻ നോക്കി. അതാണ് ജാസ്മിനോട് ലാസ്റ്റ് കലിപ്പൊക്കെ ആയിട്ട് മാറിയത്. പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലായി മോളെ, നീ അവിടെ ഇവിടെ തൊടാൻ നിൽക്കുന്ന ഒരു ഗെയിമർ എന്നല്ല നിന്നെ പറയണ്ടേ, ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഗെയിമറായി പോയി. നീ മനസ്സിലായില്ലേ? അതാണ് സംഗതി. അങ്ങനത്തെ ഒരു ഗെയിമറിനെ നമുക്കിവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിന്നെ എടുത്ത് ദൂരെ കളഞ്ഞു, നീ ഇറങ്ങി ഇന്ന് പോകുന്നു. അപ്പൊ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്സരയും അതുപോലെ തന്നെ നോറയും അൻസിബ ചേച്ചിയൊക്കെ ഇവിടെ നിന്ന് മുട്ടം കരച്ചിലൊക്കെ കരയുന്ന കാണാം. അപ്സര ചേച്ചി അവിടെ കിടന്നൊക്കെയാ കേട്ടോ കരയുന്നത്, നോറ ചേച്ചി ഇരുന്ന് കരയുന്നുണ്ട്. അൻസിബയ്ക്ക് പിന്നെ വലിയ മറ്റേ കരച്ചിലൊന്നും അല്ല. അൻസിബയ്ക്ക്
അത് ആര് പോയാലും അൻസിബയ്ക്ക് ഒരു ഇറ്റ് കണ്ണീര്, അത് അവളൊരു ഇമോഷണൽ ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് കുറച്ചൊരു ചെറിയൊരു കണ്ണീരൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് അത്രയും ദിവസം ഇന്നൊരാൾ പോകുന്നല്ലോ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് കണ്ണീര് വരുന്നുണ്ട്. പരിപാടി അവിടെ തീർന്നു. ഇതൊക്കെയാണ് ഇന്നങ്ങോട്ട് സംഭവിച്ചത്. വലിയ മറ്റേ കഥകളൊന്നും പറയാനൊന്നും ഇല്ല. ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടന്നു. അപ്പം സായി ചേട്ടൻ നോക്കാം, സായി ചേട്ടന്റെ ഒക്കെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്ന്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ, ഒബ്സർവർ ഒക്കെയാണ്, നല്ല ഗെയിം കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ പോരാ അണ്ണൻ, പോരാ, ഒരു പരിധിക്കുള്ളൊന്നും പോരാ. എന്നാലും ഇച്ചിരി ബെറ്റർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് കയറി ചെന്ന സമയത്തെക്കാട്ടിലും. ജിൻഡോ ചേട്ടൻ മോനെ മറ്റേ എന്താ ഒച്ച ഉണ്ടാക്കാത്ത പൂച്ച അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ആ മിണ്ടാപ്പൂച്ച കല ഉടക്കില്ലെന്നാ, കല ഉടക്കുമെന്ന് അങ്ങോട്ട് പറഞ്ഞൊരു സാധനമില്ല. കല ഉടക്കും, ഈ അണ്ണൻ കല ഉടക്കൽ ലാസ്റ്റ് നിങ്ങൾ കണ്ടു. ആ കല ഉടക്കലിൽ അണ്ണൻ കപ്പും കൊണ്ട് പോരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ഹി ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. നല്ല വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിലും ഉള്ളു ലാലേട്ടൻ അത് മനസ്സിലാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ അവിടെ കൂടുതലൊന്നും ചൊറിയാനും പിടിക്കാനൊന്നും പോകുന്നില്ല. ചോദിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ജിനോ ചേട്ടൻ നല്ല രീതിയിൽ നിന്ന് കള്ളം പറയുന്നുണ്ട്. അത് പുള്ളിയുടെ ഗെയിം, അത്രേ ഉള്ളൂ. പുള്ളി അത് മറ്റേ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. സായി അണ്ണനെ പോലെ അതെന്റെ ഗെയിമാണെന്നും പറഞ്ഞ്. പുള്ളിയുടെ ഗെയിം അത് ഇൻസൈഡ് ഗെയിം. ആ ഗെയിം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഈ ഗെയിം താഴത്തേക്ക് പോവോ അതോ മേപ്പോട്ട് വരുമോ എന്നൊക്കെ. അപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. ഓക്കെ.